സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമായ സർക്കാരിൻ്റെ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. ഇത് മാസം 1600 രൂപ കിട്ടുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. മരുന്ന് മേടിക്കാനും മറ്റാവശ്യം വാർദ്ധക്യകാലം ഒക്കെ കഴിഞ്ഞവർക്ക് ഒരുപാട് സഹായകരമാണ്. അത് അർഹതയില്ലാതെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. പാവപ്പെട്ട അവൻ്റെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഇവർക്ക് 8ൻ്റെ പണിയാണ് രണ്ടാം പിണറായി സർക്കാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് ന്യൂസാണ്. ഒരു അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന് എന്ന പിന്നാലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് കറുത്ത നിബന്ധനയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ നിബന്ധന എന്ന് നമുക്ക് നോക്കാം. വീണ്ടും പറയുകയാണ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും വീഡിയോ തുടർന്ന് കാണുക. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ന്യൂസാണ്. വീണ്ടും എടുത്ത് പറയുകയാണ്. ഇതുമൂലം സർക്കാരിൻ്റെ പെൻഷൻ പട്ടികയിൽ അർഹതയുള്ളവർ പോലും ഒരു ചോദ്യചിഹ്നമാണ്. പലർക്കും പുറത്തു പോകേണ്ട അവസ്ഥ വന്നേക്കാം. നിയമങ്ങൾ എന്തൊക്കെയാണ്? പുതിയ നിയമങ്ങൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവാതിരിക്കാൻ എന്ന് നോക്കാം. മാസവരുമാനം 1,00,000 കൂടാൻ പാടില്ല. പിന്നെ വീടുകൾ 1500 സ്ക്വയർ ഫീറ്റ് ആകണം, താഴെ ആകണം. പിന്നെ വീട്ടിൽ AC ഉണ്ടാവാൻ പാടില്ല. പിന്നെ വീട് ടൈലിട്ടോരൊക്കെ പുറത്താകും. പിന്നെ വീട്ടിൽ 4 ചക്ര വാഹനങ്ങൾ ടാക്സി ആവശ്യങ്ങൾക്കല്ലാണ്ട് ഉപയോഗിക്കാൻ പാടില്ല. 1500 cc താഴെയുള്ള വണ്ടിയാകണം. 2 വീടുള്ളവരും പട്ടികയിൽ നിന്ന് പുറത്താണ്. അതായത് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും. കൂടാതെ ചെത്ത് തൊഴിലാളി, മോട്ടറിംഗ് തൊഴിലാളി, കൂലിപ്പണി തൊഴിലാളി എന്നിവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്നിവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2022 മുതൽ ഇരട്ട പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല. പിങ്ക് കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ 1600 രൂപ കിട്ടാതെ വരുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. പുതിയതായി പെൻഷൻ പട്ടികയിൽ വരുന്ന ആൾക്കാർക്ക് മറ്റു പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ ആയിരിക്കരുത്. അതൊക്കെ നിബന്ധനയിൽ പുതിയതായി ഉൾപ്പെടുത്തിയതാണ്. മറ്റ് യാതൊരുവിധ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ആവരുത് പുതിയതായി പട്ടികയിൽ ചേരുന്ന ആൾക്കാർ. ഒരു ഭാഗത്ത് 300 പേർക്ക് വരെ ഒരു പഞ്ചായത്തിൽ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ആക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2 ഘട്ടങ്ങളായാണ് 62 ലക്ഷം ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തുന്നത്. ആദ്യത്തെ 1600 രൂപ ഈ മാസം ആദ്യവും നവംബർ 6-നും, പിന്നെ രണ്ടാമത്തെ 3200 രൂപ ഡിസംബർ 25 മുമ്പാകെ അക്കൗണ്ടിൽ എത്തിച്ചേരും. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരും. ഇതുവരെ കിട്ടിയിരുന്ന ആൾക്കാർക്കെല്ലാം ഈ മാസത്തോടെ ക്ഷേമ പെൻഷൻ ഒരു നിബന്ധനയില്ലാതെ എത്തിച്ചേരും. അതും അറിയിച്ചു കൊള്ളട്ടെ. ഇനി അങ്ങോട്ട് കിട്ടണമെങ്കിൽ ഒട്ടേറെ കടമ്പകളുണ്ട്. കൂടാതെ 2025 ജനുവരി ആദ്യം ക്ഷേമ പെൻഷൻ കൂട്ടും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ജനങ്ങളുടെ ആവശ്യം 1,00,000 എന്നുള്ള 2 ലക്ഷം വരുമാനം ആക്കണം മാസം. എന്നിട്ട് അർഹതയുള്ള എല്ലാവർക്കും ക്ഷേമ പെൻഷൻ നൽകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ഇത് സർക്കാർ എന്തോരം അംഗീകരിക്കും എന്നറിയില്ല.
കാരണം ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടാനൊക്കെ ഇരിക്കുകയാണ്. 2000-ലേക്ക് എത്തിച്ചേരും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ജനുവരി ആദ്യം ബജറ്റ് നടത്തുന്നുണ്ട്. ആ ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ കൂട്ടാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്ത. 1800-2000-ലേക്കൊക്കെ ക്ഷേമ പെൻഷൻ എത്തിക്കാം. 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഡിസംബർ മാസം ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് 3200 ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം 2 ദിവസം ശേഷം സർക്കാർ ഉദ്യോഗസ്ഥർ വഴി വീടുകളിലും എത്തിച്ചേരുക. 22 ലക്ഷം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലും 26.6 ലക്ഷം വരുന്ന ആൾക്കാർക്ക് കൈകളിലും എത്തിച്ചേരും. 2024 മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം രണ്ടാം പിണറായി സർക്കാർ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നൽകി ചേരുന്നുണ്ട്. 4 മാസത്തെ കുടിശ്ശികയാണെങ്കിൽ പോലും 1 മാസത്തെ ഗഡു ഓണത്തിന് വിതരണം ചെയ്തു. ഇനി നവംബർ ഡിസംബർ മാസത്തെ ഗഡു ഈ ക്രിസ്മസിന് മുമ്പാകെ വിതരണം ചെയ്ത് എല്ലാവരുടെയും കൈകളിലും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. കേരള സർക്കാർ അവസാനമായി വിതരണം ചെയ്ത 1600 രൂപ നവംബർ 6-നാണ്. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ഇപ്പൊ തുക എത്തിച്ചേരുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ മസ്റ്ററിങ് ചെയ്യുന്നവർക്ക് അടുത്ത മാസത്തെ തുക തൊട്ട് എത്തിച്ചേരും. വളരെയേറെ ബുദ്ധിമുട്ടിലുള്ള ജനങ്ങൾക്ക് ഇത് ഏറെ സഹായകരമാവും. ഈ 2 മാസത്തെ ഗഡു ഒന്നിച്ചു വരുന്നത് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്കും മസ്റ്ററിങ് ചെയ്തവർക്കും എല്ലാവർക്കും എത്തിച്ചേരും. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. ആരോഗ്യകരമായ ചർച്ചകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ എല്ലാ മാസം മുതൽ വീടുകളിൽ പണം സ്വീകരിക്കുന്ന ആൾക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു ഡിവൈസ് വഴി ഫേസ് സ്കാനിങ് എന്ന് പറഞ്ഞ എല്ലാ മാസം പേസ് മസ്റ്ററിങ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ തുക കിട്ടുള്ളൂ. ഇത് ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ, മരിച്ചുപോയ ആളുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ആള് പെൻഷൻ വാങ്ങുന്നുണ്ടോ, അവരുടെ ബന്ധുക്കൾ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനാണ് സർക്കാരിൻ്റെ ഈ നടപടി. സർക്കാരിന് ഇതിലൂടെ കോടിക്കണക്കിന് ലാഭമാണ് നേടാൻ പോകുന്നത്. ഈ പ്രതിസന്ധിയിലും സർക്കാരിന് ഏറെ സഹായകരമാവും. ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവുന്ന ജനങ്ങളുടെ പൈസ കോടിക്കണക്കിന് സർക്കാരിന് ലാഭം കിട്ടും. പിന്നീട് ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടിയിലേക്ക് ജനുവരി ബജറ്റ് കൂടുന്നുണ്ട്. ബജറ്റിലായിരിക്കും എന്ന് ധനമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 2000 രൂപയിലേക്ക് എത്തിക്കാം. വളരെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. എല്ലാ വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഈ ചാനലിനെ 3000-ലേക്ക് എത്തിക്കാൻ പോകുന്നത്. എത്തിക്കുകയാണെങ്കിൽ വലിയ സഹായകരമായിരിക്കും. എല്ലാവരും ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ വീഡിയോസ് നിങ്ങളെ തേടിയെത്തും. അപ്പം വീണ്ടും പറയുകയാണ്, ഈ മാസം 3200 മസ്റ്ററിങ് എല്ലാവരും ചെയ്യുക. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ വാങ്ങി അർഹതയില്ലാതെ പെൻഷൻ വാങ്ങി എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പലിശ അടക്കം ക്ഷേമ പെൻഷൻ തിരിച്ചു പിടിക്കാനാണ് സാധ്യത. ഇവർക്ക് ജോലിയും നഷ്ടപ്പെട്ടേക്കാം. 8ന്റെ പണിയാണ് രണ്ടാം പിണറായി സർക്കാർ തരാനിങ്ങനെ. LDF വരും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ഇപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പറയുന്നത്. നല്ല കാര്യം ചെയ്താൽ നമ്മളെല്ലാവരും അംഗീകരിക്കണം. കാരണം ക്ഷേമ പെൻഷൻ തീർച്ചയായിട്ടും
അർഹതയുള്ള കൈകളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.